ഹായ് ഹലോ. അപ്പൊ ഞാൻ കുറച്ചായി ഇതുപോലെ ഒന്ന് ആ, എന്താ പറയാ ഓൺ വോയിസിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോ അത് മാത്രമല്ല, ഞാനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പക്ഷെ ഓരോ കാര്യങ്ങൾ വന്ന് വന്ന് ഇപ്പൊ തന്നെ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി, ഞങ്ങൾ എല്ലാവരും അസുഖത്തിലായിരുന്നു. സൗണ്ട് പോലും ശരിയായില്ല. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു പാർസൽ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണല്ലോ, നാട്ടിൽ നിന്നുള്ള പെട്ടി പൊട്ടിക്കൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പൊതുവെ ഇങ്ങനെ ഒരു പെട്ടി ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത് പതിവല്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 3 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നത് കാരണം എന്താണ്, വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് എന്താണോ കിട്ടുന്നത് അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു, വേറൊന്നുമല്ല. മോന് വേണ്ടിയിട്ട് കഞ്ഞിയുടെ നമ്മുടെ പൊടി അരി ഉണ്ടല്ലോ, പൊടി അരിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് വന്നതായിരുന്നു. അത് മാത്രം ഇവിടെ കിട്ടുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ബംഗാളിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം മാത്രം നമുക്ക് ഇവിടെ കിട്ടാത്തത് കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സാധനത്തെ പറഞ്ഞപ്പോഴത്തേക്കും ബാക്കി പിന്നെ അമ്മമാരാണല്ലോ, എന്തായാലും പാർസൽ അയക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങള് അമ്മേന്റെ വകയും കൂടെ കുറച്ച് എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അയച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ബാക്കി എന്താന്നുള്ളത് ഇവിടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ ഇത് ഇന്ന് ഉച്ചക്കായിരുന്നു, ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയത്തായിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോള് വന്നത്. എല്ലാം പിന്നെ ഒരേ സമയത്തായപ്പോ അത് എടുത്തു. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇവിടെ മോൻ ഉറങ്ങുകയാണ്. അപ്പൊ ഞാൻ വെച്ച് ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടേക്കുന്നത്. പോസ്റ്റൽ വഴിയാണ് അയച്ചത്. പോസ്റ്റൽ വഴി ഒരു 6 ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തി. അപ്പൊ ഇതൊന്ന് തുറന്നു നോക്കട്ടെ, തുറന്നിട്ട് പറയാവേ. ഞാനിങ്ങനെ പണ്ടൊക്കെ രാഘു ഇങ്ങനെ ഫീൽഡ് ഏരിയയിലുള്ള സമയത്ത് ഞാൻ അയക്കുമായിരുന്നു ഇതേപോലെ പാർസല്. അപ്പൊ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല പരിചയമായിരുന്നു എന്നെ. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, എന്നാലും ഇപ്പോഴും ഞാനിങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ പാർസൽ അയക്കും, അങ്ങ് ജമ്മുവിലേക്കൊക്കെ അയക്കും. അപ്പൊ അവർക്ക് അറിയാം, അതാ പട്ടാളക്കാരന്റെ ഭാര്യ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ലോണം അറിയായിരുന്നു. അത് മാത്രമല്ല, പട്ടാളക്കാർക്ക് എന്ന് പറയുമ്പോൾ അവർ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് അവരിങ്ങനെ പറയും, അതായത് ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പാർസലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇൻ കേസ് അത് ലീക്ക് ആയാൽ എല്ലാത്തിലും ആവുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് കാരണങ്ങൾ ലിക്വിഡ് ഐറ്റംസ് നമുക്ക് അലൗഡ് അല്ല. അപ്പൊ ഞാൻ ഈ അച്ചാറ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെയാണ്. പക്ഷെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ അയക്കുക. ഡ്രൈ ആക്കിയിട്ട് ഒരുപാട് വിനീഗർ ഒഴിക്കാത്ത രീതിക്കൊക്കെ ആക്കിയിട്ട് അയക്കും ഞാൻ. അപ്പൊ ഞാൻ അവരോട് പറയും അച്ചാറാണ് എന്ന് പറയും. പിന്നെ അവരെനിക്കങ്ങ് എന്താ പറയാ, പട്ടാളക്കാരനല്ലേ, അവിടെ ഏതോ നാട്ടിൽ നിൽക്കല്ലേ, തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തു തരുമായിരുന്നു. പക്ഷെ അല്ലാണ്ട് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന പാർസലാണ് ഇത്. അപ്പോ മിക്സ് ആയിട്ട് എന്തൊക്കെയോ മിക്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നവരരി, കഞ്ഞിയരി, മുത്താറി എല്ലാം കൂടെ മിക്സ് ആയിട്ട് കാണുന്നുണ്ട്. ഏതോ ഒരു പാക്കറ്റ്, 1-2 പാക്കറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. അപ്പൊ ആദ്യം തന്നെ കിട്ടുന്ന എന്താന്നുള്ളതൊന്ന് നോക്കട്ടെ. ആദ്യം തന്നെ എടുത്തു വിട്ടത് ബ്രാഹ്മിൻസിന്റെ ചുക്ക് കാപ്പീനെ. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പൊടിയരിയും നവരരിക്കും മാത്രമായിരുന്നു പറഞ്ഞത്. അപ്പോ ലാസ്റ്റ് മിനിറ്റ് ഞാൻ പിന്നെ എന്തെങ്കിലും വേണോന്ന് അമ്മ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ജലദോഷമൊക്കെ തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് ചുക്ക് കാപ്പീൻ്റെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഇന്നാണെങ്കിൽ ഞാൻ 2-3 ദിവസമായിട്ട് നല്ല പനിയായിട്ട് കിടന്നതായിരുന്നു. അപ്പൊ ഇന്നിപ്പം ഞാൻ എണീറ്റപ്പോ ഞാൻ തുളസിയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതിട്ടിട്ട് ഉണ്ടാക്കാം. ഇതാണ് ആദ്യത്തത്, ഞാൻ മുന്നിൽ തന്നെ വെക്കാം. പിന്നെ ഉള്ളതാണ് അരിയൊക്കെ ഇതിൽ തന്നെ നിൽക്കട്ടെ. പയ്യോളി മിക്സ്ചർ. പയ്യോളി മിക്സ്ചർ മിക്സ്ചർ നമ്മൾ നാട്ടിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടെ ഒരു ബേക്കറിയിൽ അപ്പൊ തന്നെ നമുക്ക് ചൂടായിട്ട് ഉണ്ടാക്കി തരുന്ന സാധനമാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ അമ്മയായിട്ട് അയച്ചു തന്ന സാധനങ്ങളാണ്. ഇത് റസ്ക്, കുഞ്ഞു കുഞ്ഞു റസ്ക് റഹാന് ഭയങ്കര ഇഷ്ടമാണ്.
പാലിൽ കുത്തി കഴിക്കാനായിട്ട് റസ്ക് ഇവിടെ കിട്ടും. പക്ഷെ ഈ ഒരു ടൈപ്പ് അവന് ഇഷ്ടമായത് കൊണ്ടായിരിക്കും അമ്മ വെച്ചത്. തേമുട്ടായി, ചുക്ക് കാപ്പീന്റെ ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. ഇതെന്തോ സ്പെഷ്യൽ സംഭവമാണ്, അത് ലാസ്റ്റ് ഞാൻ തുറക്കാം. തേൻമിഠായി, ചിക്കൻ മസാല. ഈ അരിയാണ് പൊട്ടിയത്, നവര അരിയായിരുന്നേ. ഇതിങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. തേങ്ങ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നല്ലേന്ന് വിചാരിച്ചിട്ട് അമ്മ വെച്ചതാവാനാണ് സാധ്യത. പുട്ടുപൊടിയാണ് ഇത്. ഇതെന്താന്ന് വെച്ചാല് റഹാൻ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അമ്മേന്റെ അടുത്ത് പറയും, അമ്മമ്മ പുട്ട് കഴിച്ച് കുറെ കാലമായി പുട്ട് കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കാം പുട്ടുപൊടി. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറെ കൊണ്ടുപോയിരുന്നു, അതൊക്കെ ഇപ്പൊ തീർന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ. പപ്പടം. ഈ അടുത്ത കാലത്ത് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി. നവരേഴി, അതിന് കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഇതൊക്കെ മാത്രമേ ഇവിടെ കിട്ടാത്തുള്ളൂ. ബംഗാളിൽ നിന്ന് ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. സാമ്പാർ മസാല, മസാലപ്പൊടികൾ നമുക്ക് ഇവിടെ എല്ലാം കിട്ടും. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മസാലപ്പൊടി ആയതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ടേസ്റ്റിൽ ഒരു കറി വെക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എങ്ങനെയായാലും ഓയിൽ നമ്മൾ ഇവിടുന്ന് സൺഫ്ലവർ, ഞങ്ങൾ മസ്റ്റാർഡ് ഓയിൽ യൂസ് ചെയ്യാറില്ല, സോറി, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എത്രയായാലും മസാലപ്പൊടി കൂടെ അല്ലാത്തതാകുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും വരുമ്പോൾ കുറച്ചധികം മസാലപ്പൊടികൾ പറയുമ്പോൾ ചിക്കൻ മസാലയും ഒന്നോ രണ്ടോ പാക്ക്, ചിക്കൻ മസാല ഒരു 3-4 പാക്കറ്റൊക്കെ വാങ്ങിക്കും. സാമ്പാർ മസാല ഒരു പാക്കോ 2 പാക്കോ ഞാൻ വാങ്ങിക്കും. അത് കുറച്ച് നമുക്ക് അതിലിടുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കുറെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പുളിയാണിത്, പുളി. നിങ്ങള് എന്താ പറയാ, വാളംപുളി ഇല്ലേ, വാളംപുളി എന്നല്ലേ പറയുന്നതിന്. ഇവിടെ എൻ്റെ അടുത്ത് അമ്മ തന്നെ തന്നുവിട്ട ഈ കാർസീനിയ ഗാംബൂച്ചിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ ഞങ്ങളവിടെ തണംപുളി എന്നൊക്കെ പറയും. ആ ഒരു പുളി ഉണ്ട് എൻ്റെ കയ്യിൽ, അമ്മ തന്നെ ഉണക്കി തന്ന പുളിയുണ്ട്. അപ്പൊ ഇതും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് പുളി ഏകദേശം തീർന്നു. ഞങ്ങൾ ഈ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വെക്കും, അപ്പൊ അങ്ങനെ അതൊക്കെ തീർന്നു. അല്ലാണ്ട് മീനൊക്കെ കുറവാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഉള്ളത് മുത്താറി തന്നെ. പിന്നെ എന്താ ഒരു പെട്ടി, ഒരു കൊട്ടി. ചുമയാണ്, ഇന്നാണ് നമ്മളൊക്കെ എണീറ്റത്. ഇതെന്താ ഇത്? ഇതെന്താന്ന് വെച്ചാല് നമ്മൾ അരി ഉണ്ടാക്കൂലേ, അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വറുത്ത് പൊടിച്ചിട്ട് അയച്ചതാണ്. ഉണ്ടയാക്കിയിട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിലും അത് ചിലപ്പോൾ ഹാർഡായി പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷേപ്പിൽ കിട്ടൂല, പൊടിഞ്ഞു പോവും. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ടല്ലോ. ഒരു സ്പൈസിന്റെ ഒരു, നമ്മൾ ഇതിന്റെ ഇല്ലല്ലോ, ഗരം മസാലേന്റെ, ബിരിയാണി മസാലേന്റെ ഒരു പൊടിക്കാതെ ഗരം മസാലേൻ്റെ പാക്കറ്റില് ഹോൾ സ്പൈസസ് ആയിട്ടുള്ളത്, അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെത് ഓൾമോസ്റ്റ് കഴിയാനായി. ഞാൻ
പിന്നെ ഉള്ളത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതെന്താന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തുറന്ന് കാണിച്ചാൽ മനസ്സിലാവുമായിരിക്കാം. ഇതൊരു ന്യൂജൻ ഐറ്റമാണ്. നമ്മളിത് പഴയതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, കണ്ടില്ലേ? അതായത് ശോഭാസ്. ഇതൊരു പഴയ ഒരു നൊസ്റ്റാൾജിയ മിഠായി ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. ഇനിയിപ്പം ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ നന്നാക്കി എടുക്കണം. നോക്കട്ടെ. ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് പറയാവേ. നോക്കട്ടെ ഞാൻ. അല്ല, അച്ചാറാണ്. ചെമ്മീൻ അച്ചാർ. ചെമ്മീൻ അച്ചാറൊക്കെ റഹാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അരിഷ്ടമാണ്. അതും റഹാനുള്ളതാണ്. അതെന്താന്ന് വെച്ചാല് അത് ഞാനേ അവരിങ്ങനെ ഇടക്ക് വയറിന് ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ നാട്ടിലുള്ള സമയത്ത് അവനവിടുന്ന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ശാന്തിഗിരി അല്ലെങ്കിൽ ഹിമാലയ എന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതാണത്, അരിഷ്ടം. അപ്പൊ ഇതിന്റെ തണുപ്പായതുകൊണ്ട് എന്താണ് നമ്മള് കഫ്കെട്ടിനുള്ള ഇതൊക്കെ സിറപ്പാണ്. ശാന്തിഗിരി ആയുർവേദത്തിന്റെ ആണ്. ഇതെന്താ ഇത്? ഏലാദി, രാസ്നാദി, പനങ്കൽക്കണ്ടം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ വന്ന പെട്ടിയിൽ ഉള്ളത്. നാട്ടിലെ പെട്ടി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ വീഡിയോ ചെയ്യും എന്നുള്ള വിചാരിച്ചില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോ നമ്മുടെ ഐറ്റംസ് ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ. അതിന്റെ ഇടക്ക് മോൻ എണീറ്റപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്നേഹപ്പൊതി. അപ്പൊ ഇത്രയാണുള്ളത്. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഞാൻ. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിക്കും വീഡിയോ, പക്ഷെ ഓരോ തിരക്കുകൾ കാരണം ഇടാൻ പറ്റാണ്ടാവുന്നതാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.